തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെല്ലാം നിലയ്ക്കാണ് പരാജയപ്പെടുത്താൻ പരിശ്രമിച്ചതെന്ന് പാർട്ടി കണ്ടെത്തിയ കാര്യമാണ്. പരസ്യമായി പാർട്ടിക്കുള്ളിലെ കാര്യമായതുകൊണ്ട് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം എപ്പോഴും വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, പരിപാടി അറിയിക്കുന്നില്ല എന്നാണ്. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ട് മുൻ MLA-മാർ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ അങ്ങനെ സാധാരണ ഔദ്യോഗികമായി വിളിക്കാറില്ല. അദ്ദേഹം ചുമതലയേറ്റ സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നായിരുന്ന ഒരാളെയും വിളിച്ചിട്ടുമില്ല. ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ 4ാമത്തെ കൊല്ലമാണ് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു പരിപാടിക്ക് അദ്ദേഹം വരുന്നത്. ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം കിഫ്ബിയുടെ പ്രധാന ചുമതല ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ്. ഈ പൈസ മൊത്തം ഈ മണ്ഡലത്തിൽ തന്ന ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. ഒറ്റ പരിപാടിക്ക് വിളിച്ചിട്ടില്ല. 4ാമത്തെ കൊല്ലമാണ് ഒരു പരിപാടിക്ക് സഖാവ് തോമസ് ഐസക് അമ്പലപ്പുഴ തകഴി റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പടിഞ്ഞാറ് നടയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെ കീഴ്വഴക്കമില്ലെങ്കിലും ശീലമില്ലെങ്കിലും ഒരു മുതിർന്ന സഖാവായതുകൊണ്ട് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് ഞാൻ പാർട്ടി സെൻട്രൽ സഖാക്കളോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ 10 പരിപാടിക്ക് വിളിച്ചു. ഇത് ഇപ്പോ ഇങ്ങനെ പറയാം, നേരത്തെ പറയാൻ കഴിയില്ലല്ലോ. പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് അങ്ങനെ എല്ലാ സഖാക്കളെ ജനങ്ങളെ ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ലല്ലോ. ആ വിളിച്ച സമയത്തല്ല എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് നിൽക്കും. പക്ഷെ ഒരു പരിപാടി അദ്ദേഹം പങ്കെടുക്കില്ല. പങ്കെടുക്കാതിരുന്നിട്ട് മീഡിയയെ വിളിച്ചിട്ട് 2 മീഡിയക്കാർ കയ്യിലുണ്ട്, അവരെ കൊണ്ട് വാർത്ത എഴുതിപ്പിക്കും. TV വാർത്തയായിരിക്കും, സഖാവ് G. സുധാകരനെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറയുന്ന വാർത്ത കൊടുക്കും. 11ാമത്തെ പരിപാടി അമ്പലപ്പുഴ കരൂരിലെ സ്കൂളിന്റെ ഉദ്ഘാടനമാണ്. ഞാൻ രേഖാമൂലം കത്തെഴുതി കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ലെറ്റർ പേരിൽ ഒരു കത്തെഴുതി തിരിച്ചെനിക്ക് കൊടുത്തു. ഒരു മറുപടി: സഖാവെ, ഔദ്യോഗികമായ പരിപാടിയിൽ എന്നെ വിളിക്കേണ്ടതില്ല, ഞാൻ ഔദ്യോഗിക പരിപാടി പങ്കെടുക്കുന്നില്ല, അതിന് ചിട്ടവട്ട മനസ്സിൽ നടത്തിയാൽ മതി. പിന്നെ ആ കത്തിൽ തന്നെ ഒന്നുകൂടി എഴുതി, ആ സ്കൂളിൽ PTA-കാരത്തെ അനാവശ്യമാണ് കാണിച്ചത്, അവരോട് ഇടപെട്ടത് കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ ഈ ബോർഡ് എഴുതിയ പേരിന്റെ വലിപ്പം എന്തോ കുറഞ്ഞു പോയില്ല നിങ്ങളുടെ കല്ലൂരിലെ സ്കൂളില്ല. അപ്പൊ ഞാൻ ആ കത്ത് കിട്ടും മുമ്പ് തന്നെ ഇങ്ങനെ പരാതി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് അവിടെ വണ്ടി വിളിച്ചു പോയി. ആ PTA-കാരോട് പറഞ്ഞ് നിങ്ങളത് മായിച്ചിട്ട് 2ാമത്തെ വലിപ്പത്തിൽ എഴുതാൻ പറഞ്ഞു. 2ാം വലിപ്പത്തിൽ എഴുതിപ്പിച്ചു. ഈ കത്ത് എന്റെ കൈവശിരിക്കണം.